എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റിൻ്റെ ഡിസ്കഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, 2025 ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? 2025 ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് 2025 ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ശൈശവരഹിത വിവാഹ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ശൈശവരഹിത വിവാഹ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ബലോഡ്. ഛത്തീസ്ഗഡിലെ ബലോഡാണ് ഇന്ത്യയിലെ ആദ്യ ശൈശവരഹിത വിവാഹ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2027 വരെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആരാണ്? 2027 വരെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ആർ വെങ്കിട്ടരമണി. ആർ വെങ്കിട്ടരമണിയാണ് 2027 വരെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത്. UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് 2025 പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് 2025 പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജിനാലി പ്രണബ് മോഡി. ജിനാലി പ്രണബ് മോഡിയാണ് UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് 2025 പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, NS മാധവൻ. NS മാധവനാണ് 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ജാർഖണ്ഡ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് ദ്രൗപദി മുർമു ജാർഖണ്ഡിന്റെ ഗവർണറായിരുന്നു. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനം. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനവുമാണ് 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 2023 മാർച്ചിൽ ഇന്ത്യ ചൈന അതിർത്തിയായ മക്മോഹൻ രേഖയെ രാജ്യാന്തര അതിർത്തിയായി അംഗീകരിച്ച വിദേശ രാജ്യം ഏതാണ്? 2023 മാർച്ചിൽ ഇന്ത്യ ചൈന അതിർത്തിയായ മക്മോഹൻ രേഖയെ രാജ്യാന്തര അതിർത്തിയായി അംഗീകരിച്ച വിദേശ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അമേരിക്ക. അമേരിക്കയാണ് 2023 മാർച്ചിൽ ഇന്ത്യ ചൈന അതിർത്തിയായ മക്മോഹൻ രേഖയെ രാജ്യാന്തര അതിർത്തിയായി അംഗീകരിച്ച വിദേശ രാജ്യം. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, കിരൺ റിജിജു. കിരൺ റിജിജു ആണ് നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി. 2002 മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച ഈ സാക്ഷരതാ പദ്ധതി ഏതാണ്? 2002 മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച ഈ സാക്ഷരതാ പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി,
അക്ഷയയാണ് 2002 മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച ഈ സാക്ഷരതാ പദ്ധതി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജഗത് പ്രകാശ് നന്ദ. ജഗത് പ്രകാശ് നന്ദയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. ടോൾ ഫ്രീ നമ്പർ 1800114000 എന്നത് ആളുകൾക്ക് അവരുടെ ഏതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ടോൾ ഫ്രീ നമ്പറായ 1800114000 എന്നത് ആളുകൾക്ക് അവരുടെ ഏതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ആൻസർ ഓപ്ഷൻ ബി, ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ. ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ടോൾ ഫ്രീ നമ്പറായ 1800114000 എന്ന നമ്പർ. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കോഴിക്കോട്. കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് ദേശീയ കടുവ സെൻസസ് നടത്തുന്നത്? എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് ദേശീയ കടുവ സെൻസസ് നടത്തുന്നത്? ആൻസർ ഓപ്ഷൻ എ, 4 വർഷം. 4 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് ദേശീയ കടുവ സെൻസസ് നടത്തുന്നത്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഓം ബിർള. ഓം ബിർളയാണ് 18ാം ലോക്സഭാ സ്പീക്കർ. എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത? എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത? ആൻസർ ഓപ്ഷൻ ബി, പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത. ചുവടെ തന്നിരിക്കുന്നതിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി ആരാണ്? ചുവടെ തന്നിരിക്കുന്നതിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജസ്റ്റിസ് അശോക് ഭൂഷൺ. ജസ്റ്റിസ് അശോക് ഭൂഷണാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, വി രാമസുബ്രഹ്മണ്യൻ. വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, തമിഴ്നാട്. തമിഴ്നാടാണ് മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ്. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ഏതാണ്? ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സൗത്ത് കോസ്റ്റ് റെയിൽവേ. സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ. 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, വിശാഖപട്ടണം. വിശാഖപട്ടണമാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം.